ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡൽ എക്സാം 2025 19th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 1 ഇൻറ്റു tan 2 ഇൻറ്റു എക്സെട്ര tan 88 ഡിഗ്രി ഇൻറ്റു tan 89 ഡിഗ്രി. ഇതാണ് 19th ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കൊരു കാര്യം പറയാം. 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതിൽ മിഡിൽ ടേം ഏതാണെന്ന് നോക്കി നോക്കുക. അപ്പോൾ 1ഉം 9ഉം പോയി, നെക്സ്റ്റ് 2ഉം 8ഉം പോയി, നെക്സ്റ്റ് 3ഉം 7ഉം പോയി, നെക്സ്റ്റ് 4ഉം 6ഉം പോയി കഴിഞ്ഞാൽ ഇതിലത്തെ മിഡിൽ ടേം ഏതാണ്? 5 ആണ്. അപ്പോൾ ഇതിലത്തെ മിഡിൽ ടേം എങ്ങനെ കിട്ടിയത്? മിഡിൽ ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ആഡ് ചെയ്യുക. 1 + 9 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് മീൻസ് 10/2 ഇസ് ഈക്വൽ ടു 5. അതാണ് ഇതിലത്തെ മിഡിൽ ടേം. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ, tan 1 ഡിഗ്രി ഇൻറ്റു tan 2 ഡിഗ്രി എക്സെട്ര. നമ്മളിവിടെ tan 45 എന്ന് എഴുതി. ദെൻ tan 89 ഡിഗ്രി. അതായത് ഇതിലത്തെ ഏറ്റവും നടുവിലുള്ള ടേം എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, tan 45 ഡിഗ്രിയാണ്. അതായത് 1ഉം 89ഉം ആഡ് ചെയ്യുമ്പോൾ 90 വരും. 90 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പെയർ പോലെയാണ്. അപ്പോൾ ഇവിടെ tan 1 തന്നെ എഴുതുക, നെക്സ്റ്റ് tan 2 എഴുതി, നെക്സ്റ്റ് tan 3 എഴുതി, എക്സെട്ര tan 45 ഡിഗ്രി എഴുതി, എക്സെട്ര. ഈ tan 88 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? tan 90 - 2 എന്ന് എഴുതാമല്ലോ 88ന്. അടുത്ത എന്തെഴുതാം? tan 90 - 1 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ ഇപ്പുറത്തൊക്കെ എന്ത് വരും? tan 90 - 3, ഇങ്ങോട്ട് tan 90 - 4 എക്സെട്ര ആയിട്ട് വരും. അപ്പോൾ നമുക്കറിയാം tan 90 - തീറ്റ പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? tan 90 - 2 മീൻസ് കോട്ട് 2 വരും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നുള്ള എന്താണ്? tan 90 - 3 ആകുമ്പോൾ കോട്ട് 3 ഡിഗ്രി വന്നു. ഇവിടെയോ tan 90 - 2 മീൻസ് കോട്ട് 2 ഡിഗ്രി വന്നു. നെക്സ്റ്റ് ഇവിടെ എന്താ വരിക? tan 90 - 1 മീൻസ് കോട്ട് 1 ഡിഗ്രി എന്ന് വന്നു. ഇനി ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. ഈ tan 1ൻ്റെ ഒപ്പം എന്തെഴുതും? കോട്ട് 1 ഡിഗ്രി. പിന്നെ എന്താ വരുന്നത്? tan 2 ഡിഗ്രിയുടെ ഒപ്പം ഏതെഴുതും? കോട്ട് 2 ഡിഗ്രി. ദെൻ tan 3 ഡിഗ്രിയുടെ ഒപ്പം കോട്ട് 3 ഡിഗ്രി എക്സെട്ര. പിന്നെ ബാക്കി എന്താണ് അവിടെ? ബാക്കിയാവുന്നത് ഏതാണ് ഇവിടെ? ആകെ tan 45 ഡിഗ്രി മാത്രം ബാക്കിയാവും. ഓക്കെ. ദെൻ tan 1 ഇൻറ്റു കോട്ട് പറഞ്ഞാൽ 1/tan അല്ലേ? അപ്പോൾ tan 1 ഡിഗ്രി ഇൻറ്റു കോട്ട് 1 ഡിഗ്രി മീൻസ് 1/tan 1 ഡിഗ്രിയാണ്. ഇൻറ്റു tan 2 ഡിഗ്രി ഇൻറ്റു കോട്ട് 2 മീൻസ് 1/tan ആണ്. 1/tan 2 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള എല്ലാ ടേംസും എഴുതിയിട്ട് ലാസ്റ്റ് tan 45 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇതൊക്കെ എന്തായി? ക്യാൻസൽ ചെയ്ത് പോയില്ലേ? tan 1 ഡിഗ്രി ഡിവൈഡ് ബൈ tan 1 ഡിഗ്രി ക്യാൻസൽ ചെയ്ത് പോയി, ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ലാസ്റ്റ് ഏത് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ? tan 45 ഡിഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ. tan 45 ഡിഗ്രിയുടെ വാല്യൂ എന്താണ്? 1. അപ്പോൾ 1 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത പ്രോബ്ലം, ഇതിൻ്റെ വാല്യൂ ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 6 എന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് sin 30 എത്രയാണ് വരുന്നത്? 1/2. cos 30 എത്രയാണ് വരുന്നത്? √3/2. tan 30 എന്ത് വരും? sin/cos എന്ന് വരും അല്ലേ? അപ്പോൾ 1/√3 എന്ന് വരും. കൊസീക്ക് പറഞ്ഞാൽ 1/sin ആണ്. അപ്പോൾ എത്ര വരും? 1/1/2ൻ്റെ വാല്യൂ 2 എന്ന് വരും. കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എത്ര വരും? √3 എന്ന് വരും. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി ഇതിൽ സംശയമുള്ളൊരു കാര്യമുണ്ട്. കൊസീക്ക് 5π/6 അല്ലേ? കൊസീക്ക് 5π/6 മനസ്സിലാക്കുക. ന്യൂമറേറ്ററിൽ വാല്യൂ കുറവാണ്. അപ്പോൾ എന്തെഴുതണം? കൊസീക്ക് π - π/6 എന്ന് വരും. ന്യൂമറേറ്ററിലെ വാല്യൂ 5 ആകുമ്പോൾ എന്ത് വരും? 6π - π 5π/6. അപ്പം കൊസീക്ക് π - തീറ്റ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്. അപ്പോൾ എന്താണ്? കൊസീക്ക് തീറ്റയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, കൊസീക്ക് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? തീറ്റയ്ക്ക് പകരം π/6. അപ്പോൾ എന്ത് വരും? കൊസീക്ക് π/6 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? കൊസീക്ക് π/6 ഓർ കൊസീക്ക് 30 പറഞ്ഞാൽ 2 ആണ് ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? കോട്ട് സ്ക്വയർ π/6 പ്ലസ് കൊസീക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കോട്ട് π/6ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? √3. അപ്പോൾ √3 ഹോൾ സ്ക്വയർ പ്ലസ് കൊസീക്ക് π/6ൻ്റെ വാല്യൂ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് 3 ഇൻറ്റു tan π/6ൻ്റെ വാല്യൂ 1/√3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ √3 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 3 ആണ്. 2ൻ്റെ വാല്യൂ 2 തന്നെ എഴുതി. 3 ഇൻറ്റു 1/√3 ഹോൾ സ്ക്വയർ മീൻസ് 1/3 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 +
2 + 1 = RHS എന്ന് വരും. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? LHS നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് LHS നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എന്തിലേക്ക് എത്തി? RHSലെത്തി. അപ്പോൾ അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ LHS സ്റ്റാർട്ട് ചെയ്തു cos 2x + cos 3x + cos 4x / sin 2x + sin 3x + sin 4x. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലിവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ആദ്യം ഏത് എഴുതുകയെന്ന് പറയുമ്പോൾ 4 എഴുതുക. കാരണം 4 എഴുതുക, പിന്നെ 2 എഴുതുക, പിന്നെ 3 എഴുതിയാൽ മതി. അതായത് 4 + 2 6/2ൻ്റെ വാല്യൂ ആണ് 3. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെഴുതി? cos 4x + cos 2x + cos 3x / sin 4x + sin 2x + sin 3x എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ എന്ത് ചെയ്യുക? എന്നിട്ട് ഈ 2 ടേം മാത്രം ആദ്യം സോൾവ് ചെയ്യുക, മൂന്നാമത്തെ ടേം ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫോർമുല ആവശ്യമുണ്ട്. അതായത് cos x + cos y = 2 cos x + y/2 cos x - y/2. നെക്സ്റ്റ് sin x + sin y എന്ന് പറഞ്ഞാൽ 2 sin x + y/2 ഇൻറ്റു cos x - y/2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 ടേം മാത്രമേ ചെയ്യാവൂ, മൂന്നാമത്തെ ടേമിനെ അതുപോലെ അവിടെ നിർത്തണം. അപ്പോൾ കോസ് ഇവിടെ ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ എന്ത് വരും? 2 cos 4x + 2x/2. എക്സിൻ്റെ വാല്യൂ 4x, വൈയുടെ വാല്യൂ 2x/2 ഇൻറ്റു cos 4x - 2x / 2 പ്ലസ് cos 3x അതുപോലെ തന്നെ എടുത്തെഴുതി ഹോൾ ഡിവൈഡഡ് ബൈ 2 sin 4x + 2x / 2 ഇൻറ്റു cos 4x - 2x / 2 പ്ലസ് sin 3x എന്ന് വരും. അപ്പോൾ ഇതിലെന്താ വരിക? ആൻസർ 2 cos 6x / 2 3x, 4x - 2x 2x / 2 വെറും x cos x പ്ലസ് cos 3x ഹോൾ ഡിവൈഡഡ് ബൈ 2 sin 3x ഇൻറ്റു cos x പ്ലസ് sin 3x. ന്യൂമറേറ്റർ നോക്കുക, കോമൺ ആയിട്ട് ഒരു cos 3x രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇവിടെ വെറും cos 3x മീൻസ് cos 3x ഇൻറ്റു 1 ആണ്. അപ്പോൾ cos 3x പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഒരു 2 cos x ഉണ്ട്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 ഉണ്ട്. 2 cos x പ്ലസ് 1. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? sin 3x ഉണ്ട്. അപ്പോൾ sin 3x പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താണുള്ളത്? 2 cos x പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? 1. 2 cos x പ്ലസ് 1. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് വരും? cos 3x / sin 3x എന്ന ആൻസറിൽ വരും. = എത്രയാണ്? cot 3x. ഇതാണ് ഇതിൻ്റെ RHS.